വെൽക്കം ബാക്ക് ടു Xylem Learning. മക്കളെ, അപ്പൊ നമ്മളിങ്ങനെ കാത്തിരുന്ന് ലാസ്റ്റ് ബുക്ക് നമ്മുടെ കയ്യിൽ എത്തിയിരിക്കുകയാണ് അല്ലെ. കുറെ കാലമായി സിലബസ് മാറി എന്ന് പറയാന്നല്ലാതെ ടെക്സ്റ്റ് ബുക്ക് ഒന്നും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. സോ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് നമ്മുടെ കയ്യിലെത്തി, ചാപ്റ്റേഴ്സ് എല്ലാം നമുക്ക് കാണാം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ സയൻസിലെ ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററുമായിട്ടാണ്. നിങ്ങൾ ഓൾറെഡി ടെക്സ്റ്റ് ബുക്ക് കിട്ടിയെങ്കിൽ നിങ്ങൾ അതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക, ജസ്റ്റ് ഒന്ന് മറിച്ചു നോക്കുക. പിന്നെ ഒരു കാര്യം, അയ്യോ ടെക്സ്റ്റ് ബുക്ക് സ്കൂളിൽ ചാപ്റ്റേഴ്സ് ഒക്കെ തുടങ്ങിയതിന് ശേഷമാണല്ലോ കിട്ടിക്കഴിഞ്ഞത്, ഇത്ര സമയം കൊണ്ട് ഞങ്ങൾ എങ്ങനെ ഇത്രയും വലിയ സിലബസ് പഠിക്കും എന്നൊക്കെ ആലോചിച്ചിട്ട് ഒരു ടെൻഷനും നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾക്ക് വേണ്ടി നമ്മളുടെ സൈലത്തിന്റെ ഓൺലൈൻ ട്യൂഷൻ ബാച്ച് ആയിട്ടുള്ള യോധ ബാച്ച് ഇവിടെയുണ്ട്. നമ്മൾ പുതിയ ചാപ്റ്റർ ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ഒക്കെ ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യും. സോ പെട്ടെന്ന് തന്നെ നമ്മുടെ ബാച്ചിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കാം. ഓക്കെ, സോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ഉണ്ട്. ആ ടോപ്പിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ്. അല്ലാതെ മാത്രമല്ല, ഫിസിക്സിനെ സംബന്ധിച്ചിടത്തോളം 7th നിങ്ങൾ പഠിച്ച ടോപ്പിക്കിന്റെ തുടർച്ചയായിട്ടാണ് നമുക്ക് ഇപ്രാവശ്യത്തെ CBSE ഫസ്റ്റ് ചാപ്റ്റർ ഉള്ളത് കേട്ടോ. ഇലക്ട്രിസിറ്റിന്റെ ചാപ്റ്റർ ഒക്കെ പഠിച്ചതായി നിങ്ങൾ ഓർക്കുന്നുണ്ടാകും അല്ലെ. അപ്പൊ അതിന്റെ ബാക്കി തന്നെയാണ് ഇവിടെ ഉള്ളത്. ആൻഡ് ഇലക്ട്രിസിറ്റി വേറൊരു രീതിയിലാണ് പോകുന്നത്. ഓക്കെ, നോക്കാം അല്ലെ. അപ്പൊ എന്താണ് ഇലക്ട്രിസിറ്റിന്റെ എന്ത് എഫക്റ്റ് ആണ്? മാഗ്നറ്റിക് എഫക്റ്റും ഹീറ്റിംഗ് എഫക്ട്സുമാണ് ഈ പ്രാവശ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിസും തമ്മിൽ ബന്ധമുണ്ടോ? ഉണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യും? പഠിക്കും. ഓക്കെ, അപ്പം മാഗ്നറ്റിക് ബിഹേവിയർ ഓഫ് ഇലക്ട്രിസിറ്റി ആയിരിക്കും ആദ്യം നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുക. അത് കഴിഞ്ഞിട്ട് ഇലക്ട്രിസിറ്റിന്റെ ഹീറ്റിംഗ് എഫക്റ്റ് നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് വളരെ രസകരമായിട്ട് ഒരുപാട് എക്സ്പെരിമെന്റിലൂടെയൊക്കെയാണ് നമ്മുടെ ചാപ്റ്റർ മുന്നോട്ട് പോകുന്നത്. സോ അതിൽ നിന്നും പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ഇതാ ഒരു ചിത്രമുണ്ട് അല്ലെ, ഒരു ഫിഗർ ഉണ്ട്. എക്സാമിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഇത് കേട്ടോ. അപ്പൊ നോക്കൂ, വാട്ട് ഈസ് ദിസ് അറേഞ്ച്മെന്റ് ഷോൺ? ഈ കാണിച്ചിരിക്കുന്ന ഈ ഒരു സെറ്റപ്പ് എന്താണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം. ആദ്യം നമ്മളിത് വായിച്ചു നോക്കുക, അല്ലെങ്കിൽ ഇത് കണ്ണുകൊണ്ട് നോക്കുക. അപ്പൊ നമുക്കറിയാം, ഇതാ അവിടെ ഒരു അയൺ നെയിൽ കാണുന്നുണ്ട്. അതിന് ചുറ്റും ഒരു ഇൻസുലേറ്റർ കോപ്പർ വയർ ഇങ്ങനെ ചുറ്റി കൊടുത്തിട്ടുണ്ട്. ആൻഡ് ആ കോപ്പർ വയറിന്റെ എൻഡില് ഒരു സെല്ലും നമ്മൾ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്കറിയാം, ഇവിടെ സെല്ല് ഉണ്ടെങ്കിൽ അതിലൂടെ കറണ്ട് ഒഴുകും അല്ലെ. അപ്പൊ കറണ്ട് ഇതിലൂടെ ഇങ്ങനെ ഒഴുകുന്നതിന്റെ ഭാഗമായിട്ട് അല്ലെ, ഇതിലൂടെ ഇങ്ങനെ കറണ്ട് ഇങ്ങനെ പോവാണ് അല്ലെ. അപ്പോൾ ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് പോവുകയാണെങ്കിൽ അതിനു ചുറ്റും ഒരു മാഗ്നറ്റിക് ബിഹേവിയർ ഉണ്ടാകും എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ അതിനു ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ആൻഡ് ദിസ് സെറ്റപ്പ് അല്ലെങ്കിൽ ദിസ് അറേഞ്ച്മെന്റ് ഇസ് നോൺ ആസ് ഇലക്ട്രോ മാഗ്നറ്റ്. എന്താണ്? ഇലക്ട്രോ മാഗ്നറ്റ് അല്ലെ. മാഗ്നറ്റ് ആണ് എപ്പോഴാണ്? ഇലക്ട്രിസിറ്റി കൊടുക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് വിളിക്കുന്നതെന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. സോ മക്കളെ നോക്കിക്കോ, ഇതാണ് നമ്മളുടെ സെൽ അല്ലെ. അപ്പൊ ഇതിലൂടെ ഇങ്ങനെ കറണ്ട് പോകുന്ന സമയത്തിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക എന്നാ പറയുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? അതിന് നമ്മൾ എന്ത് ചെയ്താൽ മതി? കുറച്ച് പിന്നുകളൊക്കെ അല്ലെ, കണ്ടിട്ടില്ലേ നിങ്ങൾ? അയണിന്റെ കുറച്ച് അല്ലെ പിന്നുകളൊക്കെ കണ്ടില്ലേ? ഇതുപോലെ പിന്നുകളൊക്കെ എന്ത് ചെയ്താൽ മതി? അതിനടുത്ത് ഇങ്ങനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അതിലിങ്ങനെ അട്രാക്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. വൈ? എന്തുകൊണ്ടാണ് അങ്ങനെ ആവുന്നത്? സാധാരണ നമ്മൾ അയൺ നെയിലിനെ ഇരുമ്പിന്റെ ഇങ്ങനത്തെ അല്ലെ, അയണിന്റെ ഇങ്ങനെ പീസസുമായിട്ട് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് അട്രാക്ട് ചെയ്യോ? ഇല്ല. പക്ഷെ ഇവിടുത്തെ കേസിൽ എന്ത് ചെയ്യാണ്? സെല്ലുണ്ട്, വയറുണ്ട്, ഒക്കെ ഉണ്ട്. ആൻഡ് സെല്ല് എന്ത് ചെയ്യും? ഇലക്ട്രിസിറ്റി കൊടുക്കുന്നു. ഇലക്ട്രിസിറ്റി ഈ ഒരു വയറിലൂടെ പോകുന്നതിന്റെ ഭാഗമായിട്ട് അതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നു. ആ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായത് കൊണ്ടാണ് ഇവിടെ ഈ അയൺ നെയിൽസിന് ഇത് അട്രാക്ട് ചെയ്തത്, അല്ലെങ്കിൽ അതിൽ ഒട്ടിപ്പിടിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് ദിസ് ഈസ് ഇലക്ട്രോമാഗ്നറ്റ്, അല്ലെങ്കിൽ നമുക്ക് പറയാം ദിസ് ഈസ് എ മാഗ്നറ്റിക് ബിഹേവിയർ ഓഫ് ഇലക്ട്രിസിറ്റി. ഓക്കെ, സെറ്റ് ആണല്ലോ. അപ്പൊ അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കും. നമ്മുടെ ബാച്ചിൽ നമ്മൾ ക്ലാസ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. അപ്പൊ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോ, കൂടിക്കോ. അത് മാത്രമല്ല, യൂട്യൂബിൽ നമ്മൾ ലൈവ് ക്ലാസ്സസ് ആയിട്ടും റെക്കോർഡഡ് വീഡിയോസ് ഒക്കെ ആയിട്ടും നമ്മൾ ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യും. അപ്പൊ അതൊന്നും ടെൻഷൻ അടിക്കണം, നമ്മളൊക്കെ നിങ്ങളെ കൂടെ ഉണ്ട് കേട്ടോ. ഇനി അടുത്തൊരു ചോദ്യം അതിലുണ്ടായിരുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. റൈറ്റ് 2 മെത്തേഡ്സ് ടു ഇൻക്രീസ് ദ സ്ട്രെങ്ത് ഓഫ് ദിസ് അറേഞ്ച്മെന്റ്. അതായത് ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ അതിന്റെ ശക്തി, സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടി നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്നാണ് നമ്മോട് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അല്ലെ, ഈ സെല്ലാണ് അല്ലെ, ഈ സെല്ലാണ് ഇവിടേക്കുള്ള ഇലക്ട്രിസിറ്റി കൊടുക്കുന്നത്. നമ്മൾ ഇതിലൂടെയുള്ള ഇലക്ട്രിസിറ്റി ഇങ്ങോട്ട് കൂട്ടിക്കഴിഞ്ഞാല് ഇവിടെയുള്ള എന്ത് കൂടും? ഇവിടെ പ്രൊഡ്യൂസ് ആകുന്ന മാഗ്നറ്റിക് ഫീൽഡിലെ ശക്തി അങ്ങോട്ട് കൂടും. അപ്പൊ കുറെ പിന്നുകൾ അതിനെ അട്രാക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് പറയാം, ഇവിടെ നമ്മൾ കുറെ കണ്ടോ ഇങ്ങനെ ചുറ്റി വെച്ചിട്ടുണ്ട് അല്ലെ, കോയിൽസ് ഇങ്ങനെ ചുറ്റി വെച്ചിട്ടുണ്ട്. ആ ചുറ്റുകളുടെ എണ്ണം
കൂട്ടിയാലും നമുക്ക് അവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് കൂട്ടാൻ പറ്റും. സോ അത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ വരും ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ ഒരു കാര്യം കൂടെ മറക്കണ്ട, നമ്മുടെ യോധ ബാച്ചിന്റെ കാര്യം. അപ്പൊ ഇങ്ങോട്ട് നോക്കിക്കോ, ഇത് നിങ്ങളുടെ ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ആൻസർ നിങ്ങൾ കമന്റ് ആയിട്ട് പറയണം കേട്ടോ. ഓക്കെ, അപ്പൊ എന്താണ്, എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടല്ലേ, സിമ്പിൾ ഓഫ് സെല്ലാണ്. നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ച കാര്യമാണ്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ തന്നതാണ് കേട്ടോ. ദ സിമ്പിൾ ഓഫ് ഇലക്ട്രിക് സെൽ ABCD ഇതിൽ ഏതാണെന്ന് താഴെ കമന്റ് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ. Thank you so much.